തെറ്റിദ്ധാരണ നല്ലതാണോ? ചിലപ്പോഴൊക്കെ തെറ്റിദ്ധാരണ നല്ലതായി തോന്നാറുണ്ട്. നിങ്ങൾക്കൊരു അസുഖം വന്നുകൊണ്ടിരിക്കട്ടെ. ആ അസുഖത്തിന് നിങ്ങൾ സാധാരണ കാണുന്ന ഫിസിഷ്യനെ കാണുന്നു. അദ്ദേഹം നോക്കിയിട്ട് പറയുന്നു കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം സ്കാൻ ചെയ്തില്ല, വിശദ പരിശോധന നടത്തിയില്ല. വീണ്ടും ചില മാസങ്ങൾ നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു. ആ സമയത്താണ് നിങ്ങളുടെ മക്കൾ വിദേശത്തു നിന്ന് വരുന്നത്. അവരുടെ നിർബന്ധപ്രകാരം ഒരു കംപ്ലീറ്റ് ചെക്കപ്പിന് കൊണ്ടുപോകുന്നു. ആ ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അടിയന്തര ശസ്ത്രക്രിയ ചെയ്യണം, ഇല്ലെങ്കിൽ അപകടമാണ്. അപ്പൊ ഇതുവരെ ഉണ്ടായത് എന്തായിരുന്നു? തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ കൊണ്ട് എന്തുണ്ടായി? ധൈര്യം ഉണ്ടായി, ആശ്വാസം ഉണ്ടായി. ഇതുപോലൊരു വേദവാക്യമാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. 10-ാം സങ്കീർത്തനം 5-ാം വാക്യം. അതിനു മുമ്പ് 4-ാം വാക്യം ഓർമ്മയുണ്ടല്ലോ. ഉന്നത ഭാവമുള്ള ദുഷ്ടൻ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. അവന്റെ ചിന്തകളിൽ ദൈവത്തിന് ഒരു മുറി പോലും, ഒരു ചെറിയ സ്ഥാനം പോലുമില്ല. ദർ ഇസ് നോ റൂം ബിക്കോസ് ഓഫ് ഹിസ് പ്രൗഡ്. വായിച്ചത് ഓർമ്മയുണ്ടല്ലോ. അടുത്ത വാചകം ഇതാണ്: എന്നിട്ടും അവരുടെ മാർഗങ്ങളിൽ എപ്പോഴും അഭിവൃദ്ധി ഉണ്ടാവും. ദൈവത്തിന്റെ ന്യായവിധികൾ അവരുടെ കാഴ്ചയ്ക്ക് എത്താത്ത വിധം ഉയർന്നിരിക്കും. അവർ തങ്ങളുടെ ശത്രുക്കളെ അവജ്ഞയോടെ നോക്കുന്നു. ഞാൻ കുലുങ്ങുകയില്ല, ഒരു നാൾ വനർത്ഥത്തിൽ വീഴുകയില്ല എന്ന് അവർ ഹൃദയത്തിൽ പറയും. തെറ്റിദ്ധാരണയുടെ ധൈര്യം കണ്ടു. ഈ തെറ്റിദ്ധാരണയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള കണ്ടന്റ് എന്തൊക്കെയാണ്? ദൈവം ഇല്ല. അങ്ങനെയായിരുന്നല്ലോ നമ്മൾ കണ്ടത്. 2, അഥവാ ഉണ്ടെങ്കിലും എന്നെ കാണത്തില്ല. ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുകയില്ല. എൻ്റെ യാതൊരു കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ പ്രൂഫ് ഉണ്ടാവില്ല. ഞാൻ കുലുങ്ങുകയില്ല, എനിക്കൊരു സംഭവം വരികയില്ല. ഒന്നിനും എന്നെ ഇളക്കി മറിക്കാൻ കഴിയുകയില്ല. അവർ തങ്ങളോട് തന്നെ പറയുന്നു, ഒന്നിനും എന്നെ ഇളക്കി മറിക്കാൻ കഴിയില്ല. അവർ ശപഥം ചെയ്യുന്നു, തലമുറകളോളം എനിക്കൊരു അനർത്ഥവും വരികയില്ല. എൻ്റെ മക്കളുടെ കാലത്ത് പോലും ഒരു വിഷയമില്ല. തെറ്റിദ്ധാരണയാലുള്ള കോൺഫിഡൻസ്, ധൈര്യം. ഇങ്ങനെയുള്ള മനുഷ്യർ ഇപ്പോൾ ഭൂമിയിൽ വർദ്ധിച്ചു വരുന്നു. ദൈവമില്ല എന്ന ചിന്ത ധൈര്യമുണ്ടാക്കുന്നു. ദൈവമില്ല എന്ന ചിന്ത വർദ്ധിച്ചു വരുന്നുണ്ട്. ഇപ്പം ഒരിടയ്ക്ക് അതൊന്ന് മാറിയായിരുന്നു, ഇപ്പോൾ വർദ്ധിക്കുന്നുണ്ട്. ദൈവമില്ലായ്മ വർദ്ധിച്ചു വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനെ എതിർക്കുകയില്ലെന്ന് ഞാൻ വിചാരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഭയമില്ല. എന്നെ പേടിക്കാനല്ലേ? ആരെ കൊല്ല, വെട്ടി തുണ്ടം നുറുക്കാം, നോ പ്രോബ്ലം. ദൈവമില്ലായ്മ യുവാക്കളിൽ വളർത്തിയാൽ അവരെ ക്രിമിനലാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണയിലുള്ള ധൈര്യം അത്ര ശുഭമല്ല, അതിന് ആയുസ്സില്ല. സത്യത്താലുള്ള ധൈര്യം പ്രാപിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.